ഇന്നലെയായിരുന്നു മെയ് 21. മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളത്തിൻ്റെ എല്ലാമായിട്ടുള്ള നടൻ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസമാണ് മെയ് 21 മോഹൻലാലിൻ്റെ പിറന്നാൾ കേരളക്കര ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. അതേസമയം അദ്ദേഹത്തിന് സ്വന്തമായി ഇന്നലെ ഒരു പിറന്നാൾ ആഘോഷം ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് വെറും മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഘോഷം ഒന്നുമില്ല. എന്നാൽ എല്ലാ തവണയും അമ്മയുള്ളപ്പോൾ അമ്മയുടെ അരികിലെത്തി സദ്യ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പതിവുണ്ട്. ഇന്നലെ ആ പതിവ് സുചിത്ര തെറ്റിച്ചില്ല. അമ്മയുടെ അരികിലെത്തി ഇരുവരും വിളക്ക് കത്തിച്ചു. അമ്മയുടെ അരികിൽ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് സുചിത്രയുടെ വക ഒരു സമ്മാനം എന്നത് അമ്മയുടെയും മോഹൻലാലിൻ്റെയും ഒരു മനോഹരമായ ചിത്രത്തിൻ്റെ ഫ്രെയിം തന്നെയാണ്. അമ്മ ഉണ്ടാക്കിയ പതിവുകളെല്ലാം അല്ലെങ്കിലും പിറന്നാൾ ദിവസം അമ്മയുടെ പതിവുകൾ പോലെ തന്നെ സുചിത്ര നടത്തി കൊടുത്തു. അതിലൂടെ തന്നെ പ്രേക്ഷകർ കൂടുതൽ പേരും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്നേഹം ഇന്നലത്തെ ദിവസം അദ്ദേഹം ഏറ്റവും കൂടുതൽ കാത്തിരുന്നതും മിസ് ചെയ്തതും ആയിട്ടുള്ള ആ ഒരു കാര്യമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് സുചിത്ര നൽകിയ വലിയൊരു സന്തോഷം അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും അച്ഛനും മരിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് കഴിയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട അച്ഛനോ അമ്മയോ നമുക്ക് വേണ്ടപ്പെട്ടവരോ മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നത് പോലെയാണ് പലർക്കും തോന്നുക. ഒന്ന് ഓടിപ്പോകാൻ, ഒന്ന് അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് ആരുമില്ലാതായെന്ന് തോന്നും. അങ്ങനെയുള്ളത് ഈ ഒരു ഭൂമിയിൽ നമുക്ക് നമ്മുടെ അമ്മ മാത്രമേ ഉള്ളൂ, നമുക്ക് നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതൊരു വല്ലാത്ത വേദന തന്നെയാണ്. ഇങ്ങനെയാണ് എല്ലാവരും പറയാറുള്ളത്. അത് മോഹൻലാലിനും അങ്ങനെ തന്നെയാണ്. മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ, എല്ലാമായിരുന്ന അമ്മ കുറേയധികം വർഷങ്ങളായി തന്നെ മോഹൻലാലിൻ്റെ അമ്മ കിടപ്പിലായിരുന്നു. ആദ്യം അമ്മയും അച്ഛനും തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. മോഹൻലാൽ എത്ര നിർബന്ധിച്ചാലും ഇവർ വരില്ലായിരുന്നു. അമ്മയ്ക്ക് വയ്യാതാവുകയും ആരുടെയും സഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമൊക്കെയായി. അങ്ങനെ മോഹൻലാൽ ഒരുപാട് നിർബന്ധിച്ച് അമ്മയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ കളമശ്ശേരിയിലെ വീട്ടിൽ താമസിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ കൊച്ചിയിലേക്ക് എത്തിയത്. ആദ്യമൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. പിന്നീട് മകനും അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അമ്മ മകനോടൊപ്പം തന്നെ കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം എല്ലാ ഷെഡ്യൂൾ കഴിയുമ്പോഴും കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തുന്ന മോഹൻലാൽ കുളിച്ച് റെഡിയായി വൃത്തിയായി അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തും. അമ്മയോടൊപ്പം ഇരിക്കും. അമ്മയുടെ കൈകളെടുത്ത് സ്വന്തം കയ്യിൽ വെച്ച് ആശ്വസിക്കും. എല്ലാ പിറന്നാളിനും അമ്മയുടെ അരികിലെത്താൻ ശ്രമിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു മോഹൻലാൽ. എന്നാൽ ഇത്തവണ അമ്മയില്ലാത്തതിൻ്റെ ആ ഒരു വേദനയിലാണ് നടൻ. എന്നിരുന്നാലും ഭാര്യയായ സുചിത്ര വളരെ മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയായിരുന്നു. മോഹൻലാലിന് വേണ്ടി സദ്യ ഒരുക്കുകയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സമ്മാനം